അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറ സുഖ്റുഫ് 31 തൊട്ട് 45 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون ولولا أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. അവർ ചോദിക്കുന്നു, ഈ ഖുർആൻ 2 നഗരങ്ങളിലെ മഹാപുരുഷന്മാരിൽ ആർക്കെങ്കിലും അവതരിക്കാതിരുന്നതെന്ത്? ഇവരാണോ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം വീതിച്ചു കൊടുക്കുന്നത്? നാം ആകുന്നു അവർക്ക് ഐഹിക ജീവിതത്തിൽ വിഭവങ്ങൾ വീതിച്ചു കൊടുക്കുന്നത്. നാം ചിലർക്ക് ചിലരേക്കാൾ പല പടികൾ മികവേകിയിരിക്കുന്നു അവർ പരസ്പരം സേവിക്കാൻ. എന്നാൽ നിന്റെ നാഥൻ്റെ അനുഗ്രഹം അത് പ്രവാചകത്വം ആകുന്നു. ഇവ സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടത്. സകല ജനവും ഒരേ മട്ടിലായി പോകുമെന്നില്ലായിരുന്നുവെങ്കിൽ ദയാപരനായ ദൈവത്തെ നിഷേധിക്കുന്നവർക്കൊക്കെയും നാം അവരുടെ മാളികപ്പുറങ്ങളും അതിലേക്ക് കയറിപ്പോകാനുള്ള കോണികളും കതകുകളും അവിടെ ചാരിക്കിടക്കാനുള്ള മഞ്ചങ്ങളും എല്ലാം നാം വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും തന്നെ നിർമ്മിക്കപ്പെട്ടതാക്കി കൊടുക്കുമായിരുന്നു. ഇതൊക്കെയും കേവലം ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാകുന്നു. പരലോകം നിന്റെ നാഥങ്കൽ ഭക്തജനങ്ങൾക്ക് മാത്രമുള്ളതത്രേ. 2 നഗരങ്ങളെ കൊണ്ടുദ്ദേശം മക്കയും തായിഫുമാവുന്നു. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുകയാണെങ്കിൽ ഈ 2 മഹാനഗരങ്ങളിൽ നിന്നുള്ളവരാകാം, അല്ലെങ്കിൽ ഭയങ്കര അതുകൂടാതെ പ്രമുഖനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് നിയോഗിച്ചത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യമൊക്കെ ഇവർ പ്രവാചകന്മാരെ അയക്കുമ്പോൾ ഇവർ പറയുന്നത്, അതെങ്ങനെയാണ് മലക്കിനെ വേണം പ്രവാചകനായിട്ട് അയക്കുന്നത്, അതെങ്ങനെ നമ്മളിൽ ഇടയിലുള്ള മനുഷ്യരെ തന്നെ എങ്ങനെയാണ് പ്രവാചകനായിട്ട് അയക്കുന്നത്, അപ്പോൾ അവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു കുറേ ആയത്തിൽ കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മലക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ട രീതിയിൽ അത് പ്രാക്ടിക്കലല്ല, അതുകൊണ്ട് മനുഷ്യനെ തന്നെയാണ് നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്ന നിങ്ങളിൽ ഒരാളെ തന്നെയാണ് അയക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത ഒരു ഇതാണ് ഇവർ പറഞ്ഞത്. ഇങ്ങനെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരുപാട് പ്രമുഖനല്ലായിരുന്നു. ക്യാഷ് ആയിട്ട് ഇവരുടെ കണ്ണിൽ ഭയങ്കര സമ്പത്തുള്ളവരെയാണ് ഇവർ ഭയങ്കര ശ്രേഷ്ഠരായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അനാഥനായി ജനിച്ച ഈ ഒരു കുട്ടിയെ ഒരാളെ കിട്ടിയുള്ളൂ, ഒരു ഗോത്രത്തിൻ്റെ നായകനുമല്ല, ഉപഗോത്രത്തിൻ്റെ തലവൻ പോലുമല്ല, എത്രയോ പ്രമുഖരുണ്ട്, അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ ഈ അബ്ദുള്ളയുടെ മകനെയാണോ പ്രവാചകനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹു അവൻ്റെ അനുഗ്രഹം ആർക്കരുളണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു തന്നെയാണ്, അല്ലാതെ ഇവരല്ല.
പ്രവാചകത്വം ഒരു മഹാകാര്യം തന്നെയാണ് എന്നതാണ് രണ്ടാമത് പറഞ്ഞത്. ഈ ലോകത്ത് ജീവിക്കാനുള്ള പൊതുവായ ഉപാധികളെല്ലാം അള്ളാഹു സ്വന്തം ഹസ്തത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ സമ്പത്താണെങ്കിലും കഴിവാണെങ്കിലും എല്ലാം ആര് നൽകിയതാണ്? അള്ളാഹു നൽകിയതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഹസ്തത്തിലാണുള്ളത്. അത് മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ചിലരെ സുന്ദരന്മാരും ചിലരെ വിരൂപരും ചിലരെ മധുരനാദമുള്ളവരും ചിലരെ അരോചക ശബ്ദക്കാരും ചിലരെ ബലിഷ്ഠരും ചിലരെ ദുർബലരും ചിലരെ ഓർമ്മശക്തിയുള്ളവരും ചിലരെ അതില്ലാത്തവരും ചിലരെ അവയവങ്ങൾ തികഞ്ഞവരും ചിലരെ വികലാംഗരും ചിലരെ രാജകുമാരന്മാരും ചിലരെ ദരിദ്രപുത്രന്മാരും ചിലരെ വികസിത സമൂഹത്തിലെ അംഗങ്ങളും ചിലരെ അവികസിതമായ അടിമ സമൂഹത്തിലെ അംഗങ്ങളും ഒക്കെയായി ജനിപ്പിക്കുന്നു. ഈ ജന്മവിധികളിലൊന്നും മറ്റാർക്കും അളവ് കയ്യില്ല. നാം ആരെ എങ്ങനെ ആക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അവൻ അനിവാര്യമായും അങ്ങനെ തന്നെ ആയിത്തീരുന്നു. വിധി ഉണ്ടാക്കുന്ന വ്യത്യസ്ത ജന്മ സാഹചര്യങ്ങളുടെ ഒരു സ്വാധീനത്തെയും മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. പിന്നെ മനുഷ്യർക്കിടയിൽ വിഭവങ്ങൾ, ശക്തി, പ്രതാപം, യശസ്, ധനം, അധികാരം തുടങ്ങിയവയെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതും നാം തന്നെയാകുന്നു. നാം മുന്നേറാൻ വിധിച്ചവനെ ആരാലും പിന്തള്ളാനാവില്ല. നാം വീഴാൻ വിധിച്ചവനെ താങ്ങി നിർത്താനും ആർക്കുമാവില്ല. നമ്മുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ മനുഷ്യരുടെ എല്ലാ ആസൂത്രണങ്ങളും കേവലം മിഥ്യയായിത്തീരുന്നു. സാർവലൗകികമായ ഈ ദൈവിക സംവിധാനത്തിൽ പ്രപഞ്ചനാഥൻ ആരെ തങ്ങളുടെ പ്രവാചകനാക്കണം, ആരെ ആക്കിക്കൂടാ എന്നൊക്കെയുള്ള ഇക്കൂട്ടരുടെ തീരുമാനങ്ങൾ എങ്ങനെ നടക്കാനാണ്? എല്ലാം ഒരാൾക്ക് തന്നെയോ എല്ലാം എല്ലാവർക്കുമോ നൽകാതിരിക്കുക ദൈവിക വ്യവസ്ഥയിൽ ഒരു സ്ഥിരം തത്വമായി ദീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണു തുറന്നു നോക്കുക. എവിടെയും മനുഷ്യർ തമ്മിൽ എല്ലാ നിലകളിലും വ്യത്യാസങ്ങളുള്ളതായി കാണാം. ചിലർക്ക് നാം ഒരു കാര്യം നൽകുമ്പോൾ മറ്റു ചിലർക്ക് വിലയ്ക്ക് വെക്കുകയും വേറെ ചിലർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടാത്തവനാകരുത് എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന യുക്തി. അതാണ് സുഹ്രിയ. പരസ്പരം പങ്കുവെച്ചും സഹകരിച്ചും ആണ് നമുക്ക് ജീവിക്കേണ്ടത്. ഓരോരുത്തരും ഒരു കാര്യത്തിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അന്യരെ ആവശ്യമുള്ളവരായിരിക്കണം. നാം നേതൃത്വവും യശസ്സും നൽകിയവർക്ക് തന്നെയായിരിക്കണം പ്രവാചകത്വവും നൽകേണ്ടത് എന്ന മൂഢവിചാരം എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയത്? ഇവിടെ നാഥൻ്റെ അനുഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശം സവിശേഷ അനുഗ്രഹമായ പ്രവാചകത്വമാകുന്നു. സമ്പത്തിൻ്റെയും പ്രാമുഖ്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പേരിൽ നിങ്ങൾ വലിയ കാര്യമായി കരുതുന്ന ആ നേതാക്കളുണ്ടല്ലോ, അവരാരും തന്നെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിന് യോഗ്യരല്ല എന്നാണ് താല്പര്യം. ഈ അനുഗ്രഹം ആ സൗഭാഗ്യങ്ങളെക്കാളെല്ലാം എത്രയോ ഉന്നതമാണ്. ഇതിനുള്ള യോഗ്യതയുടെ മാനദണ്ഡം മറ്റൊന്നാണ്. സ്വന്തം നാടുവാഴികളെയും പ്രഭുക്കളെയും നബിമാരാകാൻ യോഗ്യരെന്ന് ധരിച്ചു വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ അല്പത്തമാണ്. ഈ മൗഢ്യം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തിന്? അതായത് ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ലഭ്യതയാണല്ലോ നിങ്ങളുടെ ദൃഷ്ടിയിൽ ആത്യന്തിക സൗഭാഗ്യവും നിലയുടെയും വിലയുടെയും സോപാനവും. എന്നാൽ അള്ളാഹുവിങ്കിൽ അത് തീരെ നിസ്സാരമായ വസ്തുക്കളാകുന്നു. എത്രത്തോളം എന്നാൽ സകല മനുഷ്യരും സത്യനിഷേധത്തിലേക്ക് തിരിഞ്ഞേക്കുക എന്ന അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ ഓരോ നിഷേധിയുടെയും വീട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. ഈ നിസ്സാര വസ്തുവിൻ്റെ സമൃദ്ധി എങ്ങനെയാണ് മനുഷ്യൻ്റെ മാന്യതയുടെയും മനസ്സംസ്കാരത്തിൻ്റെയും ആത്മശുദ്ധിയുടെയും ലക്ഷണമാവുക? ഈ ധനമാകട്ടെ തീരെ നീചരായ ആളുകളുടെ കൈകളിൽ പോലും കാണപ്പെടുന്നുണ്ട്. അവരുടെ ദുഷ്കൃത്യങ്ങളുടെ ദുർഗന്ധം സമൂഹം മുഴുവൻ വെറുക്കുക തന്നെ ചെയ്യുന്നു. അതിനെയാണല്ലോ നിങ്ങൾ മനുഷ്യ മഹത്വത്തിൻ്റെ മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പെർസ്പെക്റ്റീവാണ് സമ്പത്തുണ്ടെങ്കിൽ ജീവിതം വിജയിച്ചു എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ സമ്പത്തിന് ഒരു വിലയും, ദുനിയാവിലെ സമ്പത്തിന് അള്ളാഹു ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രവാചകനെയും വേദപ്രമാണങ്ങളെയും പിന്തുടരലാണ്. അതാണ് ഏറ്റവും വലിയ വിജയം.
അനുഗ്രഹവും എന്നുള്ളത് അത് നമ്മളിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സമ്പത്തിനെ അവഗണിക്കുകയല്ല, അത് വേണ്ട എന്ന് പറയുകയല്ല, പക്ഷെ സമ്പത്താണ് എല്ലാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള സമ്പത്ത് നമുക്ക് സമ്പാദിക്കാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കുറ്റവും ഇല്ല. നമ്മുടെ ലൈഫ് അത്രയും ഈസി ആകും. നമുക്ക് ആവശ്യക്കാർക്ക് അത് കൊടുക്കാം. സമ്പത്ത് വേണം. പക്ഷേ ഇവർ പറയുന്നത് പോലെ മണിമാളികകൾ കെട്ടിപ്പൊക്കുന്ന പ്രമാണിമാരാണ് ഏറ്റവും വലിയവർ എന്നുള്ള ഒരിതില്ല. അങ്ങനെ നമ്മൾ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്. അള്ളാഹു അതൊരു വെറും അലങ്കാരമാക്കിയിട്ട് നൽകിയിരിക്കുന്നതാണ്. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. ഏതൊരുവൻ കരുണാവാരിധിയുടെ സ്മരണയിൽ അശ്രദ്ധനായി വർത്തിക്കുന്നുവോ അവൻ്റെ മേൽ നാം ഒരു ചെകുത്താന് സ്വാധീനമേകുന്നതാണ്. ചെകുത്താൻ അവൻ്റെ തോഴിനായി തീരുന്നതുമാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അശ്രദ്ധരാകുമ്പോൾ അവിടെ കയറി വർക്ക് ചെയ്യുന്നത് ഉടനെ ഷെയ്ത്താൻ അവിടെ ഇടം കിട്ടും. ഷെയ്ത്താൻ പിന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തായിട്ട് മാറും. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നതിനെ ഈ ചെകുത്താന്മാർ തടയുന്നു. അവരോ സ്വന്തം നിലയിൽ തങ്ങൾ സന്മാർഗാചാരികളെന്ന് കരുതുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല അവർ വഴികേടിലാണ്, വഴിതെറ്റിപ്പോയി, പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം നല്ലതാക്കിയിട്ട് പിശാച് തോന്നിപ്പിക്കും. حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. ഒടുവിൽ ഈ മനുഷ്യൻ നമ്മുടെ സന്നിധിയിലെത്തുമ്പോൾ തൻ്റെ ചെകുത്താനോട് പറയുന്നു, കഷ്ടം, നിനക്കും എനിക്കുമിടയിൽ പൂർവ്വ ചക്രവാളങ്ങളും പശ്ചിമ ചക്രവാളങ്ങളും തമ്മിലുള്ള അകലമുണ്ടായിരുന്നുവെങ്കിൽ. നീ എന്തുമാത്രം ദുഷ്ടനായ കൂട്ടുകാരൻ. وَلَنْ يَنْفَعَكُمُ الْيَوْمَ إِذْ ظَلَمْتُمْ أَنَّكُمْ فِي الْعَذَابِ مُشْتَرِكُونَ. അന്നേരം ഇവരോട് പറയപ്പെടും, ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നിങ്ങനെ വിലപിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്തെന്നാൽ നിങ്ങളും നിങ്ങളുടെ ചെകുത്താന്മാരും ശിക്ഷയിൽ പങ്കാളികളാവുന്നു. അപ്പോൾ നമ്മൾ ആഖിറത്തിൽ പോയിട്ട് എന്ത് പറഞ്ഞിട്ടും ഒരു എക്സ്ക്യൂസിനും ഒരു വഴിയുമില്ല. കാരണം അതിൻ്റെ പേര് നിങ്ങളോട് ഒരു സൗമനസ്യവും ഉണ്ടായിരിക്കുകയില്ല എന്നർത്ഥം. അതായത് നിങ്ങളെ ദുർമാർഗത്തിലാക്കിയവർ ശിക്ഷിക്കപ്പെടും. ദുർമാർഗം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതേ ശിക്ഷ നിങ്ങൾക്കും ലഭിക്കും. വേറൊരാൾ നമ്മുടെ വഴി തെറ്റിച്ചു എന്നൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വന്തമായി ഒരു മനസ്സാക്ഷിയുണ്ട്. നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാതെ അതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് നമ്മളും ആ ശിക്ഷയിൽ പങ്കാളികളാകുന്നത്. أفأنت تسمع الصم أو تهدي العمي ومن كان في ضلال مبين. പ്രവാചക, നീ ബധിരന്മാരെ കേൾപ്പിക്കുമോ അല്ലെങ്കിൽ കുരുടന്മാരെയും വ്യക്തമായ ദുർമാർഗത്തിലായവരെയും നേർവഴി കാണിക്കുമോ? കേൾക്കാൻ സന്നദ്ധരാവുകയും യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ നേരെ തിരിയുക. അന്ധനെ കാണിക്കാനും ബധിരനെ കേൾപ്പിക്കാനുമുള്ള ശ്രമത്തിൽ ജീവൻ കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ സഹോദരങ്ങൾ എന്തുകൊണ്ട് സന്മാർഗത്തിലാകുന്നില്ല? എന്തിനവർ സ്വയം ദൈവിക ശിക്ഷയെ മാടി വിളിക്കുന്നു എന്നിങ്ങനെ ചിന്തിച്ചു വിഷമിക്കേണ്ടതില്ല. അള്ളാഹു റസൂലിനോട് പറയാണ്, അവർ കേൾക്കണമെന്ന് അവർ വിചാരിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർ അത് നിഷേധിച്ച് തള്ളുകയുള്ളൂ. അതോർത്ത് നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. فَإِمَّا نَذْهَبَنَّ بِكَ فَإِنَّا مِنْهُمْ مُنْتَقِمُونَ. ഇപ്പോൾ നമുക്കിവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. അത് നിന്നെ ഇഹലോകത്ത് നിന്ന് പോക്കിയിട്ടാകാം, അല്ലെങ്കിൽ ഇവർക്ക് വാഗ്ദാനം ചെയ്ത പരിണതിയെ നിനക്ക് കാണിച്ചു തരികയുമാവാം. നാം അവരുടെ മേൽ എന്തിനും കഴിവുള്ളവനാകുന്നു. എങ്ങനെയെങ്കിലും തിരുമേനിയുടെ കഥ കഴിക്കുന്നതിനെക്കുറിച്ച് അവർ രാപ്പകൽ ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് അള്ളാഹു അവരെ ഉന്നം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ഇക്കാര്യത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുകയില്ല.
ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾ കാണെ തന്നെ അവരിൽ ദുർവിധി വന്നുഭവിക്കും. താങ്കൾ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുകയാണെങ്കിൽ അനന്തരം അവരും കൈകാര്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കർമ്മഫലം അവരുടെ അരികിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. അപ്പോൾ നമ്മൾ അനാവശ്യമായ മറ്റുള്ളവരെക്കുറിച്ച് അവർ നന്നായില്ല എന്നോർത്ത് അനാവശ്യമായി നമ്മൾ വിഷമിക്കാനോ, പിന്നെ അക്രമികളെ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നു അങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ടയോ ഒന്നും ഒരു കാര്യമില്ല. നമ്മളിൽ അർപ്പിതമായ കർത്തവ്യം എന്താണോ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ. അല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് അള്ളാഹു അതേപോലെ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളും. എന്ത് കാര്യവും ചെയ്യുന്നതിന് നമുക്ക് നല്ല ഒരു മനസ്സാണ് വേണ്ടത്, അല്ലേ? നമ്മുടെ മനസ്സ് ഒരു ശാന്തമായ ഒരു മനസ്സോടു കൂടി വേണം നമുക്ക് കർമ്മം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അനാവശ്യമായ ഓരോ വിഷമങ്ങളും അതും ഇതുമൊക്കെ വന്നു കഴിയുമ്പോൾ ആ കർത്തവ്യ നിർവഹണത്തിൽ നമ്മൾ ഇതായിപ്പോവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം മര്യാദയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഫസ്തംസിക് ബില്ലദി ഊഹിയ ഇലൈക് ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. ഏതായാലും ദിവ്യബോധനം വഴി നിന്നിലേക്ക് അയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നിശ്ചയമായും നീ നേർമാർഗത്തിലാകുന്നു. ഈ വേദം നിനക്കും നിന്റെ ജനത്തിനും ഒരു മഹൽ കീർത്തിയാകുന്നു എന്നതെത്രേ യാഥാർത്ഥ്യം. അപ്പോൾ അള്ളാഹു പറയുന്നത്, താങ്കൾ സത്യത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന ഉറപ്പിൽ സമാധാനിക്കാൻ മാത്രമേ കഴിയൂന്ന്, അല്ലാതെ അതുകൊണ്ട് കർമ്മഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ബാധ്യത നിർവഹിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു മിഥ്യയുടെ തല തകർക്കുന്നത് താങ്കൾ ഉള്ളപ്പോഴോ അതല്ല താങ്കളുടെ കാലശേഷമോ എന്ന കാര്യം അള്ളാഹുവിന് തന്നെ വിട്ടേക്കുക. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. ഈ വേദം നിനക്കും നിന്റെ ജനത്തിനും ഒരു മഹൽ കീർത്തിയാകുന്നു എന്നതെത്രേ യാഥാർത്ഥ്യം. അടുത്തു തന്നെ നിങ്ങളതിന് സമാധാനം ബോധിപ്പിക്കേണ്ടതുണ്ട്. തങ്ങളുടെ ഭാഷയിൽ അവൻ്റെ വേദമിറക്കുകയും ദൈവിക സന്ദേശങ്ങളുടെ വാഹകരായി എഴുന്നേറ്റു നിൽക്കുന്നതിന് തങ്ങൾക്ക് അവസരമേകുകയും ചെയ്യുക എന്നതിലുപരി എന്ത് സൗഭാഗ്യമാണ് ഈ സമുദായത്തിന് വിഭാവനം ചെയ്യുക. ഖുറൈശികളും മറ്ററബികളും ഈ അതിമഹത്തായ അനുഗ്രഹം മനസ്സിലാക്കാതെ അവമതിക്കാൻ തുനിയുകയാണെങ്കിൽ അവരതിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ആഗതമാകുന്നുണ്ട്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. നിനക്ക് മുമ്പ് നാം നിയോഗിച്ച ദൈവദൂതന്മാരോടൊക്കെയും ചോദിച്ചു നോക്കുക, കരുണാവാരിധിയായ ദൈവത്തിനു പുറമെ ആരാധിക്കപ്പെടുന്ന ദൈവമായി മറ്റാരെങ്കിലും നാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവോ? അപ്പോൾ ദൈവദൂതന്മാരോട് ചോദിക്കുക എന്നുദ്ദേശിക്കുന്നത് വേദഗ്രന്ഥം പരിശോധിക്കാൻ. ദൈവദൂതന്മാർ ഈ ലോകത്ത് അവശേഷിപ്പിച്ച അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കുക. അത്യുന്നതനായ അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായി വല്ലവരുമുള്ളതായി അവരിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ബഹുദൈവത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവാചകനെയും കാണാനാവുകയില്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.